ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ വർക്കിലെ രണ്ടാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് ഒരു 11 മണി വരെ ഞങ്ങളിവിടെ ഉള്ളൂ. 11 മണിക്കാണ് ചെക്ക് ഔട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. കാരണം ഒന്നും കൂടി ഈ ക്ലിഫ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഏകദേശം 9 മണി ആയിട്ടുണ്ട്. പക്ഷേ കടകളൊക്കെ തുറന്നു വരണേ ഉള്ളൂ. പക്ഷേ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുറന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. ഞങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിച്ച കഫേയാണിത്. സീ വ്യൂ എന്നാണ് അതിൻ്റെ പേര്. വേഗം ഭക്ഷണം കഴിക്കണം, പിന്നെ പറ്റിയാൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കടകളും തുറന്നിട്ടില്ല. രാവിലെ തന്നെ നല്ല വ്യൂ ആണ്, അതായത് നല്ല ബീച്ചാണ്, നല്ല ഒരു പീസ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ നല്ല വെയിലുണ്ട്. രാവിലെ 9 മണിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിലാണ് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഓൾറെഡി എൻ്റെ അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. ബീച്ചിലോട്ടൊക്കെ ബീച്ച് കാണാനും ഒത്തിരി നല്ലതാണ്. ആൾക്കാരവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഈ സമയത്തും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, മോർണിംഗിൽ. അങ്ങനെ ഇതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തു. കുറച്ച് ഒത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു, കാരണം ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിട്ട്. ഞങ്ങളൊരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിക്കണേ. കാരണം ഞങ്ങൾ ലഞ്ചൊന്നും കഴിക്കുന്നില്ല, കാരണം ട്രെയിനിലായിരിക്കും ഞങ്ങൾക്ക് പോകണമല്ലോ. അപ്പോൾ ലഞ്ചൊന്നും കഴിക്കാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നന്നായി ഹെവി ആയിട്ട് തന്നെ കഴിക്കാമെന്നുള്ളത് കൊണ്ടാണ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും സാൻഡ്വിച്ചും അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലും ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാമെന്നുള്ളതിലാണ് അങ്ങോട്ട് നടക്കുന്നത്. മാത്രമല്ല ഞങ്ങളിപ്പോൾ പോവാണല്ലോ, അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ രാത്രിയല്ലേ ഞങ്ങൾ കണ്ടുള്ളൂ, ശരിക്കും ലൈറ്റിലൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ അതായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. അങ്ങനെ കുറച്ച് കുറച്ച് ബാഗും മേടിച്ചു, കുറച്ച് ടോപ്പുകൾ മേടിച്ചു. നിങ്ങൾക്ക് നല്ലോണം ബാർഗെയിൻ ചെയ്യാനൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വർക്കലയിൽ നിന്ന് പോന്നു. ഇനിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരെ ബൈ ബൈ.